പടച്ച റബ്ബേ, എന്റെ കോയിട്ട മുട്ടൊന്നും കാണില്ലല്ല. വല്ല പാമ്പ് കാക്കേറ്റ കൊണ്ടേ എന്റെ കോയിക്കളെ മുട്ട കംപ്ലീറ്റ്. കുറച്ച് നാടൻ മുട്ട ആവശ്യം ഉണ്ടായിരുന്നു. എവിടെ കിട്ടുക? നാടൻ മുട്ട ഇപ്പൊ എവിടെയും കിട്ടാൻ ചാൻസ് കുറവാണ്. ആരപ്പ കോയിനൊക്കെ വളർത്തുന്നത്? നാടൻ മുട്ട ഇപ്പൊ കിട്ടുകയാണെങ്കിൽ തന്നെ നല്ല വില കൊടുക്കേണ്ടി വരും. ഒന്നിന് 10-12 രൂപ എങ്ങനായാലും കൊടുക്കണം. 10 ആയാലും 15 ആയാലും നാടൻ മുട്ടത്തിന്റെ ആവശ്യത്തിന് നാടൻ മുട്ട തന്നെ വേണ്ട ഏട്ടാ. നമ്മളെ ഡിങ്കന്റെ ഒരു വരവുണ്ടല്ലോ. ഡിങ്കാനിന്റെ കല്യാണം എന്തായടാ? ഒറ്റ പെൺകുട്ടികളും പറ്റണില്ല. എന്താടാ അനക്ക് പറ്റായ അതാ അവർക്ക് എന്നെ പറ്റായ? ഒക്കെ മേക്കപ്പ് ഇട്ട് വെള്ളപ്പാണ്ട് പിടിച്ച പെൺകുട്ടികളാണ്. ഡിങ്ക, ഇപ്പത്തെ കാലത്ത് എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെ. എനിക്ക് മിക്കവാറും ഈ ദുനിയാവിന്ന് പെണ്ണിട്ട് നിൽക്കുന്നു തോന്നുന്നില്ല. അതൊക്കെ പോട്ടെ ഡിങ്ക, നിന്റെ വീട്ടില് നാടൻ കോഴികളുണ്ടോ? ഒരു കൂട് നിറച്ച് കോഴികളുണ്ട്. കോഴികൾ മുടയിടലുണ്ടാ? രാവിലെ കൂട് നിറച്ച് മുടയാണ്. എടാ, അങ്ങനെ മുട്ട ഉണ്ടെങ്കിലേ നമ്മളെ ഗുരുവിന് കുറച്ച് കോഴിമുട്ട കൊടുത്തു കൊടുക്ക്. അവനെ മുട്ടായിക്കുള്ള പൈസ തരും എനിക്ക്. പീടികയിലൊക്കെ 6 റുപ്യാണ്. എനിക്ക് 5 റുപ്യക്ക് തരുവാണെങ്കിൽ ആ മുട കൊടുന്നേരാം. ഗുരുവോ, ആ പൊട്ടനക്ക് നാടൻ മുട്ടന്റെ വില അറിയില്ല. എന്തായാലും വേണ്ടില്ല ഏട്ടാ, അവനോട് കുറച്ച് മുട്ട കൊണ്ടുവരാൻ പറയും. വേഗം പെരി പോയിട്ട് ആ മുട്ടണ്ട് കൊടുന്നു കൊടുക്ക്. എന്നിട്ട് മുട്ടായിക്കുള്ള പൈസ വാങ്ങിച്ചാണ്ട് പോയിക്കോ. എന്നാലും എന്റെ കോയിമുട്ടൊക്കെ പോയി എവിടെ പോയി? ഒറ്റ ഒന്നും കാണുന്നില്ലല്ല. ഇയാടെ എന്റെ മുട്ട കംപ്ലീറ്റ് കട്ടുണ്ടോണില്ലേ? പടച്ച റബ്ബേ, ഇതിലാ പൊരുത്തം വെച്ച മുട്ടയും കൂടി ആ ഡിങ്കം കൊണ്ടായല്ല. ഇതാ മുട്ട. ഓ, നമ്മളെ ഗുരുവിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വരവുണ്ടല്ലോ. ആ, മൂപ്പര വരവിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഏട്ടെ, ആ ഡിങ്കൻ നമ്മ പറ്റിച്ചിട്ടാ. എന്തായി ഗുരുവോ? ഏട്ടെ, അവൻ തന്ന മുട്ടകളൊക്കെ പൊരിഞ്ഞ മുട്ടയാണ്. പൊട്ടിച്ചു നോക്കുമ്പോ എല്ലാത്തിൽ കോഴി കുഞ്ഞുങ്ങൾ. ഗുരുവോ, ഒരു നാടൻ ചൊല്ലുണ്ട്, പൊട്ടനെ ചെട്ടി അയച്ചാല് ചെട്ടിയെ ദൈവം ചതിക്കുന്നുള്ളത് കേട്ടിട്ടുണ്ടോ?